അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ബീച്ച് റിസോർട്ടിലെ സെക്കൻഡ് ആഡ് വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ നമ്മളിതാ രാത്രി ഒന്ന് വന്ന്, അപ്പോൾ അതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ അധികം ഒന്നും കണ്ടില്ലേന്നല്ലോ. അപ്പോൾ ജസ്റ്റ് രാവിലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ അവിടെ കണ്ടു വന്നപ്പോഴേക്കും ഇതാ ലച്ചു രാവിലത്തെ ചായ റെഡിയാക്കി കേട്ടോ. അങ്ങനെ അതും കുടിച്ചിട്ട് നമ്മൾ നേരെ റിസോർട്ടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണേ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കാപ്പാട് ബീച്ച് കേട്ടോ. അടിപൊളി ബീച്ചാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ, നല്ല നീല നിറത്തിലുള്ള വെള്ളം കേട്ടോ. കുറച്ച് നേരം ഇവിടെയൊക്കെ ചുറ്റി കണ്ടു കേട്ടോ. ഇവിടെ 9 മണി വരെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, 9 മണിക്ക് ശേഷം ഇവിടെ ടിക്കറ്റാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളൊരു 8:30 ആയപ്പോഴും ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ റിസോർട്ടിലേക്ക് തന്നെ പോയിട്ടോ. അവിടെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരെ ബീച്ച് റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോയത്. ഒരുവിധ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചും കണ്ട് തിരിഞ്ഞപ്പോഴേക്കും ഇതാ റെസ്റ്റോറൻറ്റ് നേരെ നോക്കിയ താഴെ തന്നെയാണ് കേട്ടോ പൂള്. അപ്പോൾ റിജുൽ അജൊക്കെ ഇതാ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ 12 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടുന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ വാസ്കോ ഡ ഗാമ ബീച്ച് റിസോർട്ട്. നമ്മുടെ കാപ്പാട് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് പോകുന്നു. പിന്നെ നേരെ നമ്മുടെ വെള്ളലശ്ശേരിയുള്ള ഫ്ലാറ്റിലേക്കാട്ടോ പോയിട്ടുള്ളത്, ഐറിഷ് യെല്ലോയിലേക്ക്. അങ്ങനെ അവിടെ പോയി നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡും വാങ്ങിയിട്ട് ഇവിടുന്ന് കഴിച്ചതിൻ്റെ ശേഷം കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോണത്. അങ്ങനെ തിരിച്ച് പോകുമ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായക്കുള്ള കടി കൂളിമാട് പാലത്തിൻ്റെ അടുത്തുണ്ട് ഒരു അടിപൊളി കടി കിട്ടുന്ന സ്ഥലം, അവിടുന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറലായിട്ടുള്ള ആമ്പൽപ്പാട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള കൃഷിയൊക്കെ തണ്ണിമത്തൻ്റെ കൃഷിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നല്ല സക്സസ് ആയിട്ടുള്ള കൃഷിയെന്ന് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.